ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്നൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് കണ്ണൻ. യദു എന്നാണ് ഒറിജിനൽ നെയിം. എൻ്റെ പേര് ചിഞ്ചു. യദുവിൻ്റെയും ചിഞ്ചുവിൻ്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് ഞങ്ങളുടെ ചാനലിൻ്റെ പേര് നൽകിയിരിക്കുന്നത്. ഷിയാസ് ഫീൽഡ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ സാരഥി ആദി. ആദി എന്നുള്ളത് കാറിൻ്റെ പേരാണേ. ഞങ്ങൾ ആദി എന്നാണ് ഇവനെ വിളിക്കാറുള്ളത്. യാത്രയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വീട്ടിലേക്കാണ് ഞാൻ വിവാഹം കഴിച്ച് വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ വീക്കെൻഡിലും ഓരോ യാത്രകൾ പ്ലാൻ ചെയ്ത് പോകാറുണ്ട്. ഇന്ന് ഞങ്ങൾ പോകുന്നത് കൊല്ലത്തിലെ അതിമനോഹരമായ ഒരു കാട്ടുപാതയിലേക്കാണ്. അച്ചൻകോവിൽ ടു തെങ്കാശി റൂട്ടിലേക്കാണ് ഞങ്ങളുടെ യാത്ര. അച്ചൻകോവിൽ നിന്ന് ഏകദേശം 33 കിലോമീറ്റർ താണ്ടി തെങ്കാശിക്കാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ അമ്മയുടെ വകയായിട്ട് സ്പെഷ്യലായിട്ട് ചക്കയടയായിരുന്നു. ഒരു ചക്കയടയുടെ ബലത്തിലാണ് ഓരോരുത്തരും ഇരിക്കുന്നത്. കൊല്ലം എത്തിയപ്പോൾ തന്നെ എല്ലാവർക്കും ഉള്ളിൽ വിശപ്പിൻ്റെ വിളി തുടങ്ങി. അങ്ങനെ വിശന്നപ്പോൾ ഞങ്ങൾ ഒരു ചായക്കടയുടെ സമീപം നിർത്തി. അപ്പോഴാണ് കൗതുകമായ ഒരു കാര്യം കണ്ടത്. 3 മയിലുകൾ ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്നു. എന്നെ കണ്ടതും അതിൽ 2 മയിലുകൾ താഴേക്ക് പറന്നിറങ്ങി. ഒരു കൗതുകം തോന്നി ഞാൻ ഫോണുമായി കുറേ ദൂരം അതിൻ്റെ പിന്നാലെ നടന്നു. എന്നെ എന്തോ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന പോലെ പ്രതീതിയായിരുന്നു. അപ്പോൾ കണ്ണൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരുപാട് ദൂരേക്ക് പോകണ്ട, കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ളതാ, തിരിച്ചു പോരാൻ പറഞ്ഞു. കുറേ ദൂരം ഫോണുമായി ഞാൻ പോയി. ഇവന്മാർ 2 പേരും എന്നെ കുറേ ദൂരം നടത്തി. അതിനുശേഷം ഞാൻ തിരികെ പോന്നു. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ പോകുമ്പോഴാണ് കാടിൻ്റെ ഒത്ത നടുവിലായി ഒരു അമ്പലം കാണുന്നത്. അമ്പലമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, കുറേ ശിലാപ്രതിഷ്ഠകൾ. നന്ദി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് നമ്മുടെ മഹാദേവനായിരിക്കുമല്ലോ. മഹാദേവന് കൂട്ടായി ഭദ്രകാളിയും ഗണപതിയും എല്ലാം ഉണ്ട്. തൊട്ടരികിലായി ഒഴുകുന്ന പുഴയും ആ പുഴയിൽ നിന്ന് ഉയരുന്ന അലകളും മരങ്ങളാൽ ചുറ്റപ്പെട്ട കാട്ടിൽ നിന്ന് ഉയരുന്ന ചീവീടിൻ്റെ ശബ്ദവും ഒരു ഭീകര അന്തരീക്ഷം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എങ്ങും കിട്ടാത്ത ഒരു വൈബായിരുന്നു കേട്ടോ. ഇപ്പോഴും ഉള്ളിൽ തോന്നിയ ഭയത്തിന് ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും മറ്റും എടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. സത്യം പറഞ്ഞാൽ കാട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ ഫോണിൻ്റെ റേഞ്ച് പോയി. ഗൂഗിൾ മാപ്പ് വർക്കാകുന്നതുമില്ല. പിന്നെ മുന്നിൽ കാണുന്ന റോഡിലൂടെ അങ്ങ് ഓടിച്ചു പോവുകയാണ്. റോഡിൻ്റെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ, വളരെ മോശമായ റോഡാണ്. അങ്ങനെ പോകുമ്പോഴാണ് വണ്ടിക്ക് ക്രോസ് ചെയ്ത് ഒരു ജീവി പോകുന്നത്. ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കീരിയാണെന്ന് തോന്നുമെങ്കിലും അടുത്ത് വന്നപ്പോൾ ആരാണ്, നമ്മുടെ കൊച്ചിനിയുടെ കൂട്ടുകാരനായ ഉടുമ്പായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഉടുമ്പിനെ കാണുന്നത്. അതിൻ്റെ കൗതുകം ലേശം എനിക്കുണ്ട്. ഞാൻ പെട്ടെന്ന് സൂം ചെയ്തു. പക്ഷേ ഞങ്ങളെ കണ്ടതും ഓടി മറയുകയായിരുന്നു. ജീവന് കൊതി അത് കാണില്ലേ. ഞങ്ങൾ യാത്ര ചെയ്ത ഒരു ജനവാസ ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നു. നോക്കിയ അതിമനോഹരമായ പ്ലേ ഗ്രൗണ്ട്, ചുറ്റും മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു അന്തരീക്ഷം. ഞങ്ങൾ കുറേ സമയം ക്രിക്കറ്റൊക്കെ ആസ്വദിച്ച് കുറേ സമയം അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നു. യാത്രയെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അതിമനോഹരമായ കാഴ്ചകൾ. പക്ഷേ വീഡിയോക്ക് കുറച്ച് ലെങ്ത് കൂടുന്നത് പോലെ. കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ ഒരു ലൂപ്പിൽപ്പെട്ട അനുഭൂതിയായിരുന്നു. കാരണം എത്ര സഞ്ചരിച്ചിട്ടും ഞങ്ങൾക്ക് കാടിന് പുറത്തേക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ഏകദേശം സംഭവം മൂവിയുടെ ഒരു പ്രതീതിയായിരുന്നു. കാരണം ഞങ്ങൾ കുറേ യാത്ര ചെയ്തിട്ടും ഞങ്ങൾക്ക് അവസാനമില്ലാത്ത ഒരു കാടിൻ്റെ അന്തരീക്ഷമായിരുന്നു. അങ്ങനെ കുറേ യാത്ര ചെയ്ത് ഞങ്ങൾ തെങ്കാശിയിലേക്ക് എത്തി. ഞങ്ങൾ തെങ്കാശിൻ്റെ മണ്ണിൽ കാലുകുത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ തന്നെ ഏറ്റവും ഫേമസ് ആയ റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് ഫുഡും പാഴ്സൽ ചെയ്ത് റോഡരികിലെ അതിമനോഹരമായ കാഴ്ചകളും കണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഓക്കെ, ബൈ ഗൈസ്.